രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 18. ഹെസക്കിയ യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവായ ഏലായുടെ പുത്രൻ ഹോസിയായുടെ 3-ാം ഭരണവർഷം യൂദാ രാജാവായ ആഹാസിൻ്റെ മകൻ ഹെസക്കിയ ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു. സക്രിയായുടെ മകൾ അബിയായിരുന്നു അവൻ്റെ മാതാവ്. പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിന് മുൻപിൽ നീതി പ്രവർത്തിച്ചു. അവൻ പൂജാഗിരികൾ നശിപ്പിക്കുകയും സ്തംഭങ്ങളും അക്ഷേര പ്രതിഷ്ഠകളും തകർക്കുകയും ചെയ്തു. മോശ ഉണ്ടാക്കിയ നെഹുഷ്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഓട്ടുസർപ്പത്തിൻ്റെ മുൻപിൽ ഇസ്രായേൽ ധൂപാർച്ചന നടത്തിയതിനാൽ അവൻ അത് തകർത്തു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ അവൻ വിശ്വസിച്ചു. മുൻഗാമികളോ പിൻഗാമികളോ ആയ യൂദാ രാജാക്കന്മാരിൽ ആരും അവനെപ്പോലെ വിശ്വസ്തനായിരുന്നില്ല. അവൻ കർത്താവിനോട് ഒട്ടിനിന്നു. അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു. കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി. അവൻ അസീറിയ രാജാവിനെ എതിർത്തു, അവനെ സേവിച്ചില്ല. അവൻ ഫിലിസ്തീനയുടെ ഗാസയുടെ അതിർത്തി വരെയും കാവൽ ഗോപുരം മുതൽ സുരക്ഷിത നഗരം വരെയും നിഗ്രഹിച്ചു. ഹെസക്കിയ രാജാവിൻ്റെ 4-ാം ഭരണവർഷം, അതായത് ഇസ്രായേൽ രാജാവും ഏലായുടെ പുത്രനുമായ ഹോസിയായുടെ 7-ാം ഭരണവർഷം, അസീറിയ രാജാവായ ഷൽമനേസർ സമരിയായ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. 3 കൊല്ലത്തിനു ശേഷം അവൻ അത് പിടിച്ചടക്കി. ഹെസക്കിയായുടെ 6-ാം ഭരണവർഷം, അതായത് ഇസ്രായേൽ രാജാവായ ഹോസിയായുടെ 9-ാം ഭരണവർഷം, സമറിയ അവൻ്റെ അധീനതയിലായി. അസീറിയ രാജാവ് ഇസ്രായേൽക്കാരെ അസീറിയയിലേക്ക് കൊണ്ടുപോയി. ഹാല, ഗോസാനിലെ ഹാബോർ നദീതീരം, മെദിയ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു. കാരണം അവർ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും കർത്താവിൻ്റെ ദാസനായ മോശയുടെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തു. അവർ അവ ശ്രദ്ധിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. സെന്നാകെരീബ് യൂദ ആക്രമിക്കുന്നു. ഹെസക്കിയ രാജാവിൻ്റെ 14-ാം ഭരണവർഷം, അസീറിയ രാജാവായ സെന്നാകെരീബ് യൂദായുടെ സുരക്ഷിത നഗരങ്ങൾ ആക്രമിച്ച് കീഴടക്കി. അപ്പോൾ യൂദാ രാജാവായ ഹെസക്കിയ അസീറിയ രാജാവിനെ ലാക്കീഷിലേക്ക് ഈ സന്ദേശം അയച്ചു: എനിക്ക് തെറ്റുപറ്റി, അങ്ങ് പിന്മാറുക. അങ്ങ് ചുമത്തുന്ന എന്തും ഞാൻ തന്നുകൊള്ളാം. അസീറിയ രാജാവ് യൂദാ രാജാവിൽ നിന്ന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് സ്വർണവും ആവശ്യപ്പെട്ടു. ദേവാലയത്തിലും രാജഭണ്ഡാരത്തിലുമുണ്ടായിരുന്ന വെള്ളി ഹെസക്കിയ അവന് നൽകി. യൂദാ രാജാവായ ഹെസക്കിയ ദേവാലയത്തിൻ്റെ കതകുകളും കട്ടിലക്കാലുകളും പൊതിഞ്ഞിരുന്ന സ്വർണമെടുത്ത് അസീറിയ രാജാവിന് നൽകി. അസീറിയ രാജാവ് ലാക്കീഷിൽ നിന്ന് താർത്താൻ, റബ്സാരിസ്, റബ്ഷക്കെ എന്നീ സ്ഥാനികളെ സൈന്യസമേതം ഹെസക്കിയായ്ക്ക് എതിരെ ജെറുസലേമിലേക്ക് അയച്ചു. അവർ ജെറുസലേമിൽ അലക്കുകാരൻ്റെ വയലിലേക്കുള്ള പെരുവഴിയിലൂടെ മുകൾ ഭാഗത്തെ കുളത്തിലേക്കുള്ള ചാലിനരികെ നിലയുറപ്പിച്ചു. അവർ രാജാവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൊട്ടാരത്തിൻ്റെ മേൽനോട്ടക്കാരനും ഹിൽക്കിയായുടെ പുത്രനുമായ എലിയാക്കീമും കാര്യസ്ഥനായ ഷെബ്നായും ആസാഫിൻ്റെ മകനും രേഖാസൂക്ഷിപ്പുകാരനുമായ യോവാഹും ഇറങ്ങിച്ചെന്നു. റബ്ഷക്കെ അവരോട് പറഞ്ഞു: ഹെസക്കിയായോട് പറയുക, അസീറിയ മഹാരാജാവ് ചോദിക്കുന്നു, നിനക്കിത്ര ധൈര്യം എവിടെ നിന്ന്? പൊള്ളവാക്കുകൾ യുദ്ധതന്ത്രവും പരാക്രമവും ആണെന്നാണോ വിചാരം? എന്നെ എതിർക്കാൻ നിനക്ക് ആരാണ് തുണ? ചാരുന്നവൻ്റെ കൈ കുത്തിക്കീറുന്ന ഒടിഞ്ഞ ഞാങ്ങണെയാണ് നീ ആശ്രയിക്കുന്ന ഈജിപ്ത്. ഈജിപ്ത് രാജാവായ ഫറവോ ആശ്രയിക്കുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളുമല്ലേ ഹെസക്കിയ ജെറുസലേമിലെ ഈ ബലിപീഠത്തിൽ ആരാധിക്കണമെന്ന് യൂദായോടും ജെറുസലേമിനോടും പറഞ്ഞുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത്? വരുവിൻ, എൻ്റെ യജമാനായ അസീറിയ രാജാവുമായി ഒരു പന്തയം വയ്ക്കുവിൻ. ഞാൻ 2000 കുതിരകളെ തരാം. അവയിൽ സവാരി ചെയ്യാൻ നിനക്ക് ആളുകളെ കിട്ടുമോ? തേരിനും തേരാളിക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എൻ്റെ യജമാനൻ്റെ സേവകന്മാരിൽ ഏറ്റവും നിസ്സാരനായ ഒരു സേനാപതിയെ തോൽപ്പിക്കാൻ കഴിയുമോ? കർത്താവിനെ കൂടാതെയാണോ ഈ സ്ഥലം നശിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നത്? ഈ ദേശത്തിനെതിരെ ചെന്ന് അതിനെ നശിപ്പിക്കുക എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു. ഹിൽക്കിയായുടെ മകൻ എലിയാക്കീമും ഷെബ്നായും യോവാഹും റബ്ഷക്കിയോട് പറഞ്ഞു: ദയവായി അരാമായ ഭാഷയിൽ സംസാരിക്കുക, ഞങ്ങൾക്കത് മനസ്സിലാകും. കോട്ടമേലുള്ളവർ കേൾക്കെ ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുത്.
എന്നാൽ റബ്ഷക്കെ അവനോട് പറഞ്ഞു, കോട്ടമേൽ ഇരിക്കുന്നവരും സ്വന്തം വിസർജന വസ്തുക്കൾ ഭുജിക്കാൻ നിങ്ങളോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്നവരുമായ ഇവരോടല്ലാതെ നിങ്ങളോടും നിങ്ങളുടെ യജമാനനോടും മാത്രം സംസാരിക്കണമെന്നാണോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത്? റബ്ഷക്കെ നിവർന്നു നിന്ന് ഉച്ചത്തിൽ ഹെബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു, അസീറിയ മഹാരാജാവിൻ്റെ വാക്കുകൾ ശ്രവിക്കുവേൻ. രാജാവ് പറയുന്നു, ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിവില്ല. കർത്താവ് നമ്മെ നിശ്ചയമായും രക്ഷിക്കും. അസീറിയ രാജാവിൻ്റെ കൈകളിൽ നഗരം വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്കിയ നിങ്ങൾക്ക് ഇടയാക്കാതിരിക്കട്ടെ. അവനെ ശ്രദ്ധിക്കരുത്. എന്തെന്നാൽ അസീറിയ രാജാവ് പറയുന്നു, നിങ്ങൾ സഖ്യം ചെയ്ത് എന്നോട് ചേരുവിൻ. അപ്പോൾ നിങ്ങൾ സ്വന്തം മുന്തിരിയിൽ നിന്നും അത്തിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുകയും സ്വന്തം ജലസംഭരണിയിൽ നിന്ന് കുടിക്കുകയും ചെയ്യും. അനന്തരം ഞാൻ നിങ്ങളെ ഈ നാടിന് സദൃശ്യമായ ഒരു നാട്ടിലേക്ക്, ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോപ്പുകളും ഒലിവും തേനുമുള്ള ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ മരിക്കുകയില്ല, ജീവിക്കും. കർത്താവ് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഹെസക്കിയായെ ശ്രദ്ധിക്കരുത്. അസീറിയ രാജാവിൻ്റെ കൈകളിൽ നിന്ന് ഏതെങ്കിലും ദേവന്മാർ തങ്ങളുടെ ജനതകളെ രക്ഷിച്ചിട്ടുണ്ടോ? ഹമാത്തിൻ്റെയും അർപ്പാദിൻ്റെയും ദേവന്മാർ എവിടെ? സെഫാർവയും ഹേന, ഇവ്വ എന്നിവയുടെ ദേവന്മാർ എവിടെ? അവർ സമരിയായെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചോ? ഒരു ദേവനും തൻ്റെ രാജ്യത്തെ എൻ്റെ കൈകളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാതിരിക്കെ ജെറുസലേമിനെ രക്ഷിക്കാൻ കർത്താവിന് കഴിയുമോ? അവനോട് മറുപടി പറയരുത് എന്ന് രാജാവ് കൽപ്പിച്ചിരുന്നതിനാൽ ജനം ഒരക്ഷരവും മിണ്ടാതെ നിശബ്ദരായിരുന്നു. അപ്പോൾ കൊട്ടാര വിചാരിപ്പുകാരനും ഹിൽക്കിയായുടെ മകനുമായ എലിയാക്കിമും കാര്യസ്ഥൻ ഷബ്നായും ആസാഫിൻ്റെ പുത്രനും രേഖാസൂക്ഷിപ്പുകാരനുമായ യോവാഹും വസ്ത്രം കീറി ഹെസക്കിയയുടെ അടുത്ത് വന്ന് റബ്ഷക്കെ പറഞ്ഞത് അറിയിച്ചു.